ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മനസ്സിലാക്കിയത് ബ്ലെൻഡർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾ മോസ്റ്റ്ലി എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേർഷൻ 2.83 ആണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. ഈ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് പോയിക്കോളും. അപ്പോൾ നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഡിഫോൾട്ടായിട്ട് അതായത് ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന 3 പ്രോപ്പർട്ടീസാണ്. ഒന്ന് ക്യൂബ്, പിന്നെ ഒന്നത് ലാമ്പ്, ഒന്നത് ക്യാമറ. ഓക്കെ, ഈ ക്യാമറ എവിടെയാണോ വെച്ചേക്കുന്നത്, അതായത് ഇതിപ്പോൾ ഒരു ക്യാമറ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, ഇത് ക്യാമറ തന്നെയാണ്. അപ്പോൾ ഈ ക്യാമറയുടെ ഉള്ളിൽ കൂടെ നോക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഇത് ഫൈനൽ റെൻഡേർഡ് ഇമേജ് വരാം. അതൊക്കെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ക്യൂബിൻ്റെ പ്രോപ്പർട്ടീസ് ആദ്യം പഠിക്കാം. ബേസിക്കലി ഈ എഡിറ്റിങ്ങിനകത്ത് 2 മോഡുകളാണുള്ളത്. നിങ്ങൾ കീബോർഡിൽ ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മാറുന്നതാണ്. ഇപ്പോൾ എഡിറ്റ് മോഡായി, ഇപ്പോൾ ഒബ്ജക്റ്റ് മോഡായി. എഡിറ്റ് മോഡിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാകും. ഈ ഒബ്ജക്റ്റിൻ്റെ സർഫസ്, അതായത് ഈ ഒബ്ജക്റ്റിന് എങ്ങനെയൊക്കെ രൂപമാറ്റങ്ങൾ വരുത്തണോ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏതിലാണ്? എഡിറ്റ് മോഡിലാണ്. അതേസമയം അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒബ്ജക്റ്റ് മോഡിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് മോഡ് നോക്കാം. ഇത് ജസ്റ്റ് മൗസിലാണ് ഇതിൻ്റെ കൂടുതൽ കൺട്രോൾസും. ഇപ്പോൾ 2 തരം യൂസേഴ്സ് ഉണ്ടാവും മോസ്റ്റ്ലി. ഒന്ന് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നവരാകുമ്പോൾ ഒരു കീബോർഡ് എക്സ്ട്രാ ഉണ്ടാവും. ലാപ്ടോപ്പിലാകുമ്പോൾ ചിലവരുടെ ലാപ്ടോപ്പിലാണെങ്കിൽ ന്യൂമറിക്കൽ കീബോർഡ്, അതായത് നമ്പർ സിസ്റ്റം ഉണ്ട്. അതായത് 1 2 3 4 5 6ൻ്റെ കാൽക്കുലേറ്റർ പോലെയുള്ള കീപാഡ് ഉള്ളവരാണെങ്കിൽ ചില ഷോർട്ട് കട്ടുകളൊക്കെ അവർക്ക് സിമ്പിളായിട്ട് അടിക്കാം. അതില്ലാത്തവരാണെങ്കിൽ, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ നമ്പർ പാഡ് എനേബിൾ ചെയ്യാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ നമ്പർ പാഡിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നമ്പറിൽ 1 ഞെക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടും. 2 ഞെക്കുകയാണെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ കിട്ടും. ഇത് ഓർത്തോഗ്രാഫിക് വ്യൂ എന്ന് പറയുന്ന വേറൊരു വ്യൂസാണ്. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കീബോർഡിൽ 1 2 3 പ്രസ് ചെയ്യുമ്പോൾ ഇത് വരും. പക്ഷേ ലാപ്ടോപ്പിലാണെങ്കിൽ അത് വരില്ല. അപ്പോൾ അത് ആദ്യം തന്നെ അത് നമുക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എഡിറ്റിൽ പോവുക, പ്രിഫറൻസിൽ പോവുക, ഇൻപുട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ എമുലേറ്റ് നമ്പർ പാഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, ഇത് ക്ലോസ് ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ 1 2 3, അതായത് ലാപ്ടോപ്പിലുള്ള 1 2 3 4 ഒക്കെ എനേബിൾ ആവുള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഒരു സർഫസ് ആണ്. ഇതൊരു സർഫസ് ആണ്. അതിൻ്റെ എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആയിട്ട് ഇതിനെ നിങ്ങൾ കാണുക. അതായത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഈ 3 എക്സ് ആക്സിലും വൈ ആക്സിലും സെഡ് ആക്സിലും വരുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം നമുക്ക് ഇത്ര ഒബ്ജക്ട്സ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് മൗസിൽ സാധാ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ആവും. പിന്നെ ലാമ്പ് സെലക്ട് ചെയ്യണമെങ്കിൽ അതിൽ പോവുക. ഇത് സെലക്ട് ചെയ്യണം, ക്യാമറ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അതേസമയം എല്ലാം കൂടെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ എ എന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എ പ്രസ് ചെയ്യുമ്പോൾ ഇതുണ്ടോ, ഈ കളക്ഷനിൽ വരുന്നത് എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യൂബിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിടക്കുന്നത് ഒബ്ജക്റ്റ് മോഡിലാണ്. ഒബ്ജക്റ്റ് മോഡിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ സെലക്ഷൻ ടൂളാണ്. ഇതിപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്ത് അതാണ് നിൽക്കട്ടെ. പിന്നെ മൂവ് ടൂൾ ഉണ്ട്, നമുക്ക് റൊട്ടേറ്റ് ടൂൾ ഉണ്ട്, സ്കെയിൽ ടൂൾ ഉണ്ട്. ആദ്യം ഈ 3 നമുക്ക് പഠിക്കാം. ഓക്കെ, മൂവ് ടൂൾ എന്താ നോക്കാം. മൂവ് ടൂളിൽ നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ 3 ആക്സിസുകൾ വരുന്നുണ്ടോ. ഈ ഒരു ആക്സിസ് ചുവപ്പ്, നീല, പച്ച. അതായത് ബേസിക്കലി നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലാണോ സാധനം മൂവ് ചെയ്യേണ്ടത് അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടുത്തോട്ട് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ചെറിയതായിട്ടൊന്ന് കളർ വ്യത്യാസം വരുന്നുണ്ടോ. ആ കളർ വ്യത്യാസം വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിനെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ആ ആക്സിസിൽ പോകുന്നുണ്ടോ. ആ ക്യൂബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതേസമയം നിങ്ങൾക്ക് അത് കുറച്ച് മുകളിലോട്ട് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാക്കാം, ഈ സൈഡിലേക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാക്കാം. അപ്പോൾ ഇത് ഈ 3 ഫിക്സഡ് ആക്സസിൽ മാറ്റാനുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ നിങ്ങൾ ജി അടിക്കാം. ജി എന്നുള്ള കീ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ മൗസ് നിങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു തവണ ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കേഴ്സർ നിങ്ങളുടെ മൗസ് നിങ്ങൾ എങ്ങോട്ടാണോ ചേഞ്ച് ചെയ്യുന്നത് അതിനെ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, എന്നിട്ട് നിങ്ങൾ ഒരു തവണ അതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ശേഷം ഒരു തവണ എവിടെ ക്ലിക്ക് ചെയ്താൽ അത് അവിടെ പ്ലേസ് ആവും. ഓക്കെ, അവിടെ പ്ലേസ് ആയി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചു.
ഇതിൻ്റെ ഈ ഗ്രാഫിൻ്റെ, അതായത് ഈ ഒരു നമ്മുടെ വർക്ക് സ്പേസിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ കേഴ്സർ ഇരിക്കുന്ന ഇൻ്റർസെക്ഷൻ, അതായത് ഈ ഗ്രീനും റെഡും ബ്ലൂവും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്, കൂട്ടിമുട്ടുന്നൊരു പോയിൻ്റ് ഉണ്ട്. അതാണ് എപ്പോഴും നിങ്ങളുടെ വർക്ക് സ്പേസിൻ്റെ സെൻറ്റർ. നേരത്തെ നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിച്ച് കേഴ്സറിനെ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചോ. ഇതിനെ തിരികെയും ഈ ഡിഫോൾട്ട് പൊസിഷനിൽ കൊണ്ടുവരണമെങ്കിൽ കീബോർഡിൽ ഓൾട്ട് ജി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഓൾട്ട് ജി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ പതുക്കെ ചെയ്ത് ഇത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആനിമേഷൻ പഠിക്കണം, അല്ലെങ്കിൽ റെൻഡറിങ് പഠിക്കണം, സ്കൾപ്റ്റിംഗ് പഠിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കുറച്ച് സമയം നിങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഈ പറയുന്ന കീസൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം ഒരു ചെറിയൊരു നോട്ട് പോലെ ഉണ്ടാക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഓരോ കാര്യങ്ങളും, ഞാൻ ഓരോ എപ്പിസോഡും പോകുന്നതനുസരിച്ച് നിങ്ങൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ അത് പഠിച്ചെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ പറഞ്ഞല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ട് ജി അടിച്ചാൽ മതി, തിരിച്ചു വന്നോളും. അത് മനസ്സിലായി. ഇത് മൂവ് ടൂളാണ്. മൂവ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ജി ആണ്. ഓക്കെ, ജി അടിച്ചിട്ട് നിങ്ങൾ കീബോർഡിൽ XYZ ഉണ്ട്. ഒരു തവണ ജി അടിച്ചിട്ട് സെഡ് സെലക്ട് ചെയ്താൽ ഈ ബ്ലൂ ആക്സിസ് സെലക്ട് ആയി. അതിനുശേഷം മൗസ് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ മാത്രം ഫിക്സഡ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം ജി ഒരു തവണ അടിക്കുമ്പോൾ ഈ വൈറ്റ് കളർ സാധനം, അതായത് മൗസ് കേഴ്സർ ഇതിനെ ഫോളോ ചെയ്യുന്ന പോലെ വരുമല്ലോ, ആ ജി അടിച്ചിട്ട് എക്സ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ പോകും. അതേസമയം സെഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ, വൈ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ പോകും. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചതിനെ സെൻട്രൽ കൊണ്ടുവച്ചു, ഓൾട്ട് ജി അടിച്ചു. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ ആണ് ഇതിൽ. പിന്നെ റൊട്ടേറ്റ്, ആർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇപ്പോൾ ഈ ക്യൂബിനെ നിങ്ങൾക്ക് ഈ 3 ആക്സിസിൽ തിരിക്കണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ തിരിക്കാം, പിന്നെ ഇങ്ങനെ തിരിക്കാം, പിന്നെ ഇങ്ങനെ തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കീബോർഡിൽ ആറാണ്. 6 അടിച്ചതിന് ശേഷം ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് 6 അടിച്ചതിന് ശേഷം XYZ, മറ്റേതുപോലെ തന്നെ. എക്സ് അടിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഈ ഒരു ആംഗിളിൽ മാത്രം കറങ്ങും. വൈ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആംഗിളിൽ മാത്രം കറങ്ങും. സെഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആംഗിളിൽ മാത്രം കറങ്ങും. പിന്നെ ഇതിന് പറയുന്ന ഈ ഒരു സ്പേസിന് പറയുന്നതാണ് വ്യൂ പോർട്ട് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇതിൽ ഞാനിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാവിഗേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ഒന്നുമില്ല, സ്ക്രോൾ ബട്ടൺ നിങ്ങൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്കി കഴിഞ്ഞാൽ ഇത് നാവിഗേറ്റ് ആവും. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൗസിൽ മിഡിൽ ബട്ടൺ ഉണ്ടല്ലോ, ഏത് സ്ക്രോൾ വീൽ ആക്ച്വലി ക്ലിക്കബിൾ ആണ്. സ്ക്രോൾ വീൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്രോൾ വീൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. ഓക്കെ, പിന്നെ ഈ ഒരു സ്പേസ്, ഇവിടെ ഒരു ഗിസ്മോ ഉണ്ടോ, ഈ XYZ, ഇതിന് ഗിസ്മോ എന്നാണ് പറയാം. ഇതിൽ നിങ്ങൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്താലും ആ സെയിം ഫംഗ്ഷൻ ഇവിടെ കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൗസ് ഇല്ല, മിഡിൽ ബട്ടൺ ഇല്ലാത്തവരാണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. അതേസമയം സൂം ചെയ്യണമെന്നുണ്ടെങ്കിലും സെയിം ഇത് തന്നെ. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ടച്ച് പാഡ് ആണെങ്കിൽ നിങ്ങൾ മുകളിലോട്ടും താഴത്തോട്ടും ആക്കിയാൽ മതി. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ടും താഴത്തോട്ടും ആക്കിയാൽ മതി. പിന്നെ ഈ സ്പേസ് നിങ്ങൾക്ക് ഇത്തിരി ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൈയുടെ ഒരു സിമ്പൽ കണ്ടോ, ഇങ്ങനെ ആക്കിയാൽ മതി. നമുക്ക് വേണ്ടത് എവിടെയാണോ അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതിൻ്റെ എന്തായിരുന്നു, മൂവിൻ്റെ ജി എന്ന് പറയുന്ന കീവ്, റൊട്ടേഷൻ്റെ R, പിന്നെ സ്കെയിലിൻ്റെ S ആണ്. അതായത് ഇതിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ. അപ്പോൾ GRS എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, GRS സിമ്പിൾ, വളരെ എളുപ്പമാണ്. GRS എന്ന് മാത്രം ഓർത്തിരിക്കാൻ മതി. അത് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് എസ്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഏത് ആക്സിസിലോട്ടാണോ നിങ്ങൾക്ക് വലുതാക്കേണ്ടത്, X ആണോ Y ആണോ Z ആണോ, ഏത് ആക്സിസാണ് സെലക്ട് ചെയ്യുക, വലുതാക്കുക, ചെറുതാക്കുക. മാറ്റിയിട്ട് Z ആണെങ്കിൽ Z ആക്സിസിലേക്ക് വലുതാക്കാം, Y ആണെങ്കിൽ Y ആക്സിസിലേക്ക് ഇതാക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക്. അപ്പോൾ നമുക്ക് വ്യൂ പോർട്ട് എന്താണെന്ന് മനസ്സിലായി, നാവിഗേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായി, ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന എലമെൻസിനെ മനസ്സിലായി. എല്ലാം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ A അടിക്കുക, എല്ലാം അൺസെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓൾട്ട് അടിച്ചാലും അൺസെലക്ട് ആവും. പിന്നെ ഈ മാറിപ്പോയ ഇതിനെ
നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ജി അടിക്കാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇതൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നത് വരെ ഞാൻ കുറച്ചൊന്ന് ലെങ്തി ആക്കും, കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഒരുപാട് ഡൗട്ട്സ് വരും നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.